പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒന്നാമത്തെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നാമത്തെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്നാമത്തെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അഡോബി എക്സ്പ്രസ് എന്ന ആപ്ലിക്കേഷനാണ്. അഡോബി എക്സ്പ്രസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ 3 സ്റ്റാർ കാണുന്ന ഈ സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ആഡ് ഇമേജ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. ഓക്കെ, ഈ ഇമേജ് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ലഭിച്ചത്. നമ്മളിവിടെ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ട് അതിന് മേലെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് എ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് എ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു, ആഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിതിനെ വലുതാക്കിയിട്ട് ഇതിൻ്റെ സൈസ് കറക്റ്റാക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ സ്ക്രീനിൽ ബ്ലാക്ക് ഒഴിഞ്ഞ ഭാഗത്ത് ടച്ച് ചെയ്യുക. എന്നിട്ട് ആഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക. ആഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൂം ചെയ്യുക. ഏകദേശം നമുക്ക് ആ വാളിനോട് തോന്നത്തക്ക വിധത്തിൽ സൂം ചെയ്യുക. എന്നിട്ട് ഇമേജ് വെച്ച് കൊടുക്കുക. അപ്പം ഏകദേശമൊക്കെ നമുക്ക് അതിനോടായിട്ട് തോന്നുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ശേഷം നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതുപോലെ ഇത്തരം വർക്കുകൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.